Hi everyone, welcome back to DR Vlogging Series. അങ്ങനെ കാത്തിരുന്ന് GoPro Hero 8 ദുബൈയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു ലൈവ് അൺബോക്സിംഗ് ആണ്. ദുബൈയിലുള്ള ദുബൈയിൽ നിന്നാണ് ഞാൻ ഈ ഒരു GoPro Hero 8 വാങ്ങുന്നത്. ദുബൈയിലുള്ള zoom.com എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ലൈവ് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് GoPro Hero 8 വാങ്ങണം, അല്ലെ എന്തുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യണം Hero 7 നിന്ന് Hero 8ലേക്ക്? അതിനുള്ള ഒരു മേജർ റീസൺ ആണ് സ്റ്റെബിലൈസേഷൻ. Hero 7 ഉപയോഗിക്കുന്നവർക്കറിയാം ഹൈപ്പർ സ്മൂത്ത് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. ഇപ്പം ഹൈപ്പർ സ്മൂത്ത് 2 എന്ന് പറഞ്ഞാണ് GoPro Hero 8 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഹൈ ആക്ഷൻ സ്പോർട്സ് ഒക്കെയാണ് കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റിയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറും GoPro up my appetite. Don't leave me here high and dry. Oh, well, I don't wanna jinx it, baby, and twist myself at the spine. Don't wanna overthink it, baby. It's just twist your body and mine. But my appetite, don't leave me here high and dry. Oh, but I don't wanna jinx it, baby. Let's not get ahead of my time. Oh, but I don't wanna miss you, baby. So I stand up and speak just my mind. കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫിംവെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്ഡേറ്റ് ചെയ്യുമ്പം കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് കൂടെ നിങ്ങൾക്ക് GoProയിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾ ഹൈ ആക്ഷൻ ആയിട്ടുള്ള സ്പോർട്സിലൊക്കെ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. വീഡിയോ കുറച്ച് ക്രോപ്പും കൂടെ ആകുന്നതാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന ഒരു W എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഏത് തരത്തിലുള്ള വ്യൂ ആണ് നിങ്ങൾ ക്യാപ്ചർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. വൈൽഡിലാണോ, അത് നോർമലിലാണോ, അത് സൂപ്പർ വ്യൂ എന്നുള്ളത്. പിന്നെ ഒരു ഒച്ചിൻ്റെ പോലുള്ളൊരു സിമ്പിൾ ചിലപ്പോൾ കുറച്ച് സ്ലോ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ കൊടുക്കുന്നത്. സ്ലോമോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഐക്കൺ കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിലൊരു പ്ലസ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ കാണാം. നിങ്ങൾക്ക് വീഡിയോസൊക്കെ സൂം ചെയ്ത് നോക്കണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി വീഡിയോ എടുക്കുമ്പോൾ ഏത് സെറ്റിങ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പം 1080 60 ഫ്രെയിംസിലല്ലേ 30 ഫ്രെയിംസിലാണ് വീഡിയോ എടുക്കുന്നത്. ഫ്രെയിം റേറ്റ് കൂടുന്നതനുസരിച്ച് വീഡിയോ സ്ലോ ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഡേറ്റയുടെ ക്യാപ്ചറിങ് റേറ്റും കൂടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്പേസ് മെമ്മറി കാർഡിൽ വേണ്ടി വരും. പിന്നെ വ്യൂ കൊടുത്തിരിക്കുന്നത് ഞാൻ വൈഡ് ആംഗിളിലാണ് എപ്പോഴും വ്യൂ കൊടുക്കുന്നത്. ബിറ്റ് റേറ്റ് ഞാൻ എപ്പോഴും ഹൈ ആണ് കൊടുക്കുന്നത്. കാരണം വീഡിയോയുടെ ക്ലാരിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ ബിറ്റ് റേറ്റ് എപ്പോഴും ഹൈ കൊടുക്കണം. പക്ഷേ ഡേറ്റയുടെ സൈസും കൂടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കളർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഒന്നെങ്കിൽ GoProയുടെ കളർ കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഞാൻ എപ്പോഴും ഫ്ലാറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ കളർ ഗ്രേഡിങ് ഫ്രീഡം നിങ്ങൾക്ക് ഫ്ലാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ കിട്ടും.
ഇതിൽ ഓഡിയോ എപ്പോഴും ഞാൻ റോ വോയിസ് ആണ് കൊടുക്കുന്നത്. കാരണം നിങ്ങൾ ഏത് വോയിസ് ആണോ ക്യാപ്ചർ ചെയ്യുന്നത് അത് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സൗണ്ടിൽ നമുക്ക് കുറച്ചുകൂടെ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫ്രീഡം കിട്ടും. കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇക്വലൈസറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഇതായിട്ട് കിട്ടും. പിന്നെ ഇപ്പോൾ വേറൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് കാണാം, വിൻഡ് എന്ന് പറഞ്ഞൊരു ഇത് വിൻഡ് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഞാൻ ഓട്ടോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ബാലൻസും ഓട്ടോ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും ഞാൻ നോർമലി ചേഞ്ച് ചെയ്യാറില്ല. ഗോപ്രോയിൽ തന്നെ എന്താണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ സെറ്റിങ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോയും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ DSLR ക്യാം, ഗോപ്രോ ഇതുപോലെ എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെയുള്ള zoom.com-ലേക്ക് നേരെ പോകും. ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടൊക്കെ കിട്ടിയെന്നിരിക്കും. വീണ്ടും നല്ല നല്ല കാഴ്ചകളും വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. എൻ്റെ യൂട്യൂബ് ചാനലായിട്ടുള്ള ടിറ്റോരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.